CPI ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഡി രാജ മാറുമോ എന്ന കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായം. 75 വയസ്സ് പ്രായപരിധി കഴിഞ്ഞതിനാൽ പുതിയ സെക്രട്ടറി വരണമെന്നാണ് കേരള ഘടകത്തിന്റെ അടക്കം നിലപാട്. CPI പാർട്ടി കോൺഗ്രസിന് പഞ്ചാബിലെ ചണ്ഡീഗഡിൽ തുടക്കമായിട്ടുണ്ട്. CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. പ്രതിനിധി സമ്മേളനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിൽ ഒരുപാട് നേതാക്കളുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട് ഓരോരുത്തരായി. മാത്രമല്ല CPIക്കൊപ്പം ഇടത് പാർട്ടികളുടെ എല്ലാം പ്രാതിനിധ്യം ഈ സ്റ്റേജിലുണ്ട്. CPM ജനറൽ സെക്രട്ടറി MA ബേബി, അതുപോലെ തന്നെ CPI MLയുടെ ജനറൽ സെക്രട്ടറി, ഫോർവേഡ് ബ്ലോക്ക് പാർട്ടികൾ, അതുപോലെ RSPയുടെ എല്ലാം നേതാക്കൾ ഈ വേദിയിലെത്തി ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രധാനമായിട്ടും ഇനി സംഘടനാ റിപ്പോർട്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട്, ഒപ്പം കരട് രാഷ്ട്രീയ പ്രമേയം ഇതെല്ലാം അവതരിപ്പിക്കും. ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രമേയത്തിന് മേലുള്ള ചർച്ചയും ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം നടക്കാനിരിക്കുകയാണ്. നേതൃമാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും വലിയ ചോദ്യങ്ങൾ ഉയരുന്നത്. ഡി രാജ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറണം, പ്രായപരിധി ഒരാൾക്ക് വേണ്ടി മാത്രം ഇളവ് നൽകരുത് എന്നുള്ള കാര്യത്തിൽ കേരള ഘടകം ഉറച്ചു നിൽക്കുന്നുണ്ട്. 24ാം പാർട്ടി കോൺഗ്രസിലേക്ക് വരുമ്പോൾ ദേശീയ കൗൺസിലാണ് ഇത് പ്രപ്പോസൽ ചെയ്തത്. ആ പാർട്ടി കോൺഗ്രസിന്റെ മുമ്പാകെ നടക്കുന്ന സമ്മേളനങ്ങളുടെ ഒരു ഗൈഡ് ലൈനായി. ആ ഗൈഡ് ലൈൻ പിന്നീട് പാർട്ടി കോൺഗ്രസിൽ ഒരു തീരുമാനമായി വന്നു. അപ്പോൾ നിലനിൽക്കുന്ന പാർട്ടിയുടെ തീരുമാനം അതാണ്. എന്നാൽ നേതൃമാറ്റത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളോട് ക്ഷുഭിതനായിട്ടാണ് ഡി രാജ പെരുമാറിയത്. പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസിപ്ലിനും ഭരണഘടനയുമുണ്ട്, അതിനനുസരിച്ച് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. What do you think of our party? It is a party and it has its own discipline, it has its own constitution. We will go by everything. We will not succumb to the speculations which are coming in press. ഡി രാജ മാറുകയാണെങ്കിൽ അമർജിത് കൗർ എന്ന പേര് തന്നെയാണ് ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നത്. ബിനോയ് വിശ്വം അടക്കമുള്ള പേരുകളും പരിഗണിക്കുന്നുണ്ട്. എന്തായാലും നാളെയും അടുത്ത ദിവസങ്ങളിലും ഈ സംഘടനാ റിപ്പോർട്ടിലും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലും അടക്കം വലിയ തോതിൽ ചർച്ചകൾ നടക്കും. ചണ്ഡീഗഡിൽ നിന്നും ഷിജു പട്ടുവത്തിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.